SSLC എക്സാമിനേഷൻ PYQ 2023 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കമ്പയർ ഓൾ ഇന്ത്യ സർവീസസ് ആൻഡ് സെൻട്രൽ സർവീസസ് ഇത് 2 കാറ്റഗറീസ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ്. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിലെ 2 കാറ്റഗറീസ് ആണ് ഓൾ ഇന്ത്യ സർവീസസും അതുപോലെ തന്നെ സെൻട്രൽ സർവീസസും. അതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കമ്പയർ ചെയ്ത് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉൾപ്പെടുന്നത് നോക്കാം. ഈച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് സിവിൽ സർവീസസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഭരണങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. എല്ലാ ഭരണങ്ങളും, അതായത് ഇന്ത്യയിലെ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസസിനെ കുറിച്ച് 2-3 ഫംഗ്ഷൻസ് പറയാം. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ്, അതായത് ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. നെക്സ്റ്റ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് വികസിപ്പിച്ചെടുക്കുന്നതും ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. അപ്പം ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ള സർക്കാർ ഉദ്യോഗ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ സിവിൽ സർവീസസിന് 2 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ഓൾ ഇന്ത്യ സർവീസസ് എന്നും അതുപോലെ തന്നെ സെൻട്രൽ സർവീസസ് എന്നും. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖിലേന്ത്യ സർവീസസ് ആണ് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ സർവീസസ് ആണ്. സെൻട്രൽ സർവീസസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർവീസസ് ആണ്. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിന് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസസ് എന്നും ഓൾ ഇന്ത്യ സർവീസസും അതുപോലെ തന്നെ സെൻട്രൽ സർവീസസും. അഖിലേന്ത്യാ സർവീസസും അതുപോലെ തന്നെ എന്താണ് കേന്ദ്ര സർവീസസും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം ഓൾ ഇന്ത്യ സർവീസസ് എന്താണെന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസസ് അതായത് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ. അതായത് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലാണ് ഓൾ ഇന്ത്യ സർവീസസിലേക്കുള്ള എന്താണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലാണ് ഇതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് നെക്സ്റ്റ് വൺ അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് സർവീസസ്. എന്നിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അതായത് കേന്ദ്ര സർവീസസിലോ അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർവീസസിലോ ആയിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഇന്ത്യയിലോ മുഴുവനായിട്ടായിരിക്കും ഇവരെ സർവീസസിലേക്ക് അയക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസസിന് എക്സാമ്പിൾ, അതായത് അഖിലേന്ത്യാ സർവീസസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് IAS അതുപോലെ തന്നെ എന്താണ് IPS ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസും അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസസും ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഓൾ ഇന്ത്യ സർവീസസിന് കീഴിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ സർവീസസ് ആണ്. സെൻട്രൽ സർവീസസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർവീസസ് ആണ്. റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അതായത് ഈ ലെവലിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? റിക്രൂട്ട്സ് അറ്റ്, അതായത് ദേശീയ തലത്തിലാണ് ഇതിലേക്കുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളി, അതായത് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിരിക്കും ഇവരെ ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളി. മറ്റേ എന്താണ് ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് സർവീസസിലേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ സെൻട്രൽ സർവീസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ അതായത് സെൻട്രൽ സർവീസസിനുള്ളിൽ വരുന്ന 2 വിഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? IFS അതുപോലെ തന്നെ IRS. IFS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോറിൻ സർവീസസ് ആണ്. IRS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ സർവീസസ്. ഓക്കെ, അപ്പം ഇതാണ് സെൻട്രൽ സർവീസസിന് കീഴിൽ വരുന്ന 2 IFS അതുപോലെ തന്നെ IRS. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിന് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസസ് എന്നും അഖിലേന്ത്യാ സർവീസസും അതുപോലെ തന്നെ സെൻട്രൽ സർവീസസ് എന്നും കേന്ദ്ര സർവീസസിനും 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? റിക്രൂട്ട്സ് എന്താണ് നാഷണൽ ലെവൽ, അതായത് ദേശീയ തലത്തിലായിരിക്കും ഈ ഓൾ ഇന്ത്യ സർവീസസിലേക്കുള്ള ആൾക്കാരെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് സർവീസസ്, അതായത്
സെൻട്രലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ഇവരെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് IAS അതുപോലെ തന്നെ IPS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസും ഇന്ത്യൻ പോലീസ് സർവീസസും ഓൾ ഇന്ത്യ സർവീസസിന് കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ സർവീസസ് ആണ്. കേന്ദ്ര സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, അതായത് നാഷണൽ ലെവലിൽ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ബട്ട് എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളി, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്നാൽ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസസിലേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. മാറിപ്പോവല്ല, സെൻട്രൽ സർവീസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒള്ളിയാണ് വരുന്നത്. നെക്സ്റ്റ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ IFS അതുപോലെ തന്നെ IRS ആണ്. IFS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫോറിൻ സർവീസസും IRS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ സർവീസസും ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?